ചെന്നകേശവ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിലെത്തി. അപ്പോൾ പാർക്കിംഗ് നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണ് വന്നത്. സാധാരണ വരുന്ന നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടി വരിക. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൽ ഇവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി വെച്ചിട്ടുള്ളത് ഇവിടെ എന്താ ചെന്നകേശവ ലോഡ്ജിങ് വെഹിക്കിൾ പാർക്കിംഗ് പ്ലേസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. ഇത് ടെമ്പിളിൻ്റെ പുറകുവശമാണിത്. അതിൻ്റെ മതിൽക്കെട്ടാണിത് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൂടി ഇവിടെ ഒരു റോഡുണ്ട്. ഈ റോഡിലേക്ക് കൂടി അങ്ങ് പോവാം. വാഹനം അവിടെ പാർക്ക് ചെയ്ത് സുഹൃത്തിൻ്റെ കൂടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന്. ഈ ക്ഷേത്രത്തിന് ഈ ചുറ്റുമതിലിന് വെളിയിലായി ചുറ്റോട് ചുറ്റും റോഡ് സൗകര്യമുണ്ട്. അതുമാതിരി പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലമുണ്ട്. പാർക്കിങ്ങിന് പൈസയൊന്നും കൊടുക്കണ്ട. ബാക്ക് സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 40 അല്ലേ 40 കിലോമീറ്റർ ഉണ്ട്. ഹലേബീഡു 12 അല്ലേ സർ? ഹലേബീഡു 40 കിലോമീറ്റർ അല്ലേ? ഇവിടുന്ന് 12 കിലോമീറ്റർ. 12 ഹലേബീഡു 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ ഹലേബീഡു ആണ്. ഇത് ബേലൂർ. അവിടുന്ന് ഇത് രണ്ടും ഈ ഹോയ്സാല രാജവംശത്തിൻ്റെ അമ്പലമാണ്. പക്ഷെ ഇവിടെ പൂജയും കാര്യങ്ങളിലുള്ള അമ്പലമാണ്. ഇവിടെ ആയിരുന്നു പോലെ രാജാവ്, ഹോയ്സാല രാജവംശത്തിൻ്റെ രാജാവ്. അപ്പം അവിടെ മന്ത്രി. ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദൂരെ നിന്ന് എന്നെ കാണാം. സ്വർണ്ണവർണ്ണത്തിലുള്ള തലയുയർത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ഗോപുരം. ബേലൂർ നഗരത്തിൽ നിന്ന് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ഈ ഗോപുരം നമുക്ക് ദൂരെ നിന്ന് ദൃശ്യമാകും. ഹൊയ്സാല ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളെ വെല്ലാൻ ലോകത്ത് മറ്റു ശില്പങ്ങൾ ഇല്ലെന്ന് തന്നെ പറയപ്പെടുന്നു. കർണാടകത്തിലെ ഹസൻ ജില്ലയിലാണ് 2 സുപ്രധാന ഹൊയ്സാല ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. ഹലേബീഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രവും ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രവും. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് ബേലൂരെ ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഗോപുരത്തിന് അടിയിലാണ്. ഗോപുരത്തിൻ്റെ പടിപ്പുര കയറുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അതിമനോഹരങ്ങളായ ശില്പങ്ങളാണ്. കർണാടകയിലുള്ള അസൻ പട്ടണത്തിൽ നിന്നും 35 കിലോമീറ്ററും ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നും 200 കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വന്നത്. കണ്ണൂരിൽ നിന്ന് 220 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ മഹാ അത്ഭുതം നാട്ടുരാജാക്കന്മാരുടെ കിടമത്സരത്തിനിടയിൽ നിരവധി തവണ കൊള്ളയടിക്കപ്പെടുകയും ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്തു. പടിപ്പുര കടന്ന് ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നാൽ അതിവിശാലമായ ഒരു ക്ഷേത്രമുറ്റമാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ടടുത്തായി ഒരു വലിയ സ്വർണ്ണവർണ്ണത്തിലുള്ള കൊടിമരം, താഴെ ഗരുഡൻ്റെ ഒരു പ്രതിമയും ചെറിയൊരു ബലിബിംബവും. ക്ഷേത്രമുറ്റം പൂർണ്ണമായും കല്ലു പാകിയതാണ്. കരിങ്കൽ പാളികൾ പാകിയ ഒരു ക്ഷേത്രമുറ്റമാണിത്. ക്ഷേത്രഗോപുരം കൊത്തുപണികളാൽ സമ്പന്നമാണ്. വിഷ്ണു ക്ഷേത്രമായതിനാലാണ് ഗരുഡ പ്രതിമ മുൻപിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. ഹൈന്ദവ ദൈവമായ മഹാവിഷ്ണുവാണ് ഈ ചെന്നകേശവൻ. അതായത് സുന്ദരനായ കേശവൻ എന്നാണ് ഇതിന് അർത്ഥം. കേശവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണു. പൂർണ്ണമായും മഹാവിഷ്ണുവിന് അർപ്പിതമായ ഒരു മഹാക്ഷേത്രമാണിത്. മധ്യകാല ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഇവയെ ആദരപൂർവ്വം വിവരിക്കപ്പെട്ടിരിക്കുന്നു. വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇത് ഇന്നും നിലനിൽക്കുന്നു. ക്ഷേത്ര കവാടത്തിന് ഇരുവശത്തുമായി ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ എംബ്ലം, അതായത് സാല രാജാവ് സിംഹത്തെ കീഴ്പ്പെടുത്തുന്ന അതിമനോഹരമായ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. വിജയനാരായണ ക്ഷേത്രം അഥവാ ചെന്നകേശവ ക്ഷേത്രം 103 വർഷമെടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി. കർണാടകയിലെ സാധാരണ ജനങ്ങൾ വിജയനാരായണ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ വിളിച്ചിരുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തികച്ചും ഒരു നക്ഷത്ര ആകൃതിയിൽ 6 അടിയോളം ഉയരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായി നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൽപ്പടവൻ്റെ ഇരുവശങ്ങളിലായി ചെറിയ ശ്രീകോവിലിനുള്ളിലായി ചെന്നകേശവൻ്റെ അതിസുന്ദരമായ 2 രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ശംഖുചക്ര ഗദാപത്മത്തോടുകൂടിയ സോക്സ്റ്റോണിൽ കൊത്തിയ അതിസുന്ദരമായ ഈ 2 ശില്പങ്ങളാണ് നമ്മളെ ആദ്യമായി ക്ഷേത്രത്തിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്ത് 4 പ്രധാന തൂണുകൾക്ക് മുകളിലായി ശ്രീകോവിൽ നിർത്തിയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ചരിത്രപ്രസിദ്ധമായ കൽത്തൂൺ.
1381 വിജയനഗര രാജാവായ ഹരിഹര രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ തൂൺ. തൂണിൻ്റെ മുകളിലും താഴെയും ഉരുണ്ട ചെറിയ കല്ലുകളാൽ തൂൺ നിലനിർത്തിയിരിക്കുന്നു. അതിനാൽ ഈ തൂണിനെ കൈകൾ കൊണ്ട് കറക്കാമെന്ന് പറയപ്പെടുന്നു. പക്ഷേ കാലപ്പഴക്കത്താൽ തേയ്മാനം സംഭവിച്ചതോ മറ്റോ ആകാം ഇപ്പോൾ ഇത് കറങ്ങില്ല. സമ്പൂർണമായും ശില്പങ്ങൾ കൊത്തിയെടുത്ത ഒരു അത്ഭുതകരമായ തൂണാണിത്. മുകളിൽ നിന്ന് താഴെ വരെ വൈവിധ്യങ്ങളാർന്ന ശില്പങ്ങളാണ് ഈ തൂണിൻ്റെ പ്രത്യേകത. മൊത്തം 48 തൂണുകളുമായാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലായി തികച്ചും വൃത്താകൃതിയിൽ നമസ്കാര മണ്ഡപം മാതിരി ഒരു പ്രതലം ഉണ്ട്. എല്ലാവരും അവിടെ നമസ്കരിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയും അവിടെ നമസ്കരിക്കുന്നതാണ്. ഉത്സവകാലങ്ങളിൽ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന ഒരു വർണ്ണക്കുട. ക്ഷേത്രത്തിന് ഉൾവശം പൂർണ്ണമായും തൂണുകളാൽ സമ്പന്നമാണ്. ഏകദേശം 48 തൂണുകളാണ് ഇതിനകത്തുള്ളത്. അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ള തൂണുകൾ. മദനിക അഥവാ ശിലാബാലിക എന്നറിയപ്പെടുന്ന നാട്യഭാവത്തിലുള്ള ആടയാഭരണങ്ങളണിഞ്ഞ വിഭൂഷിതമാരായ 4 ദർപ്പണ സുന്ദരിമാർ. ശ്രീകോവിലിന് മുകളിലെ 4 പ്രധാന തൂണുകളിലെ അതിസുന്ദരമായ ശില്പങ്ങൾ. പ്രധാന കവാടത്തിലെ സൂക്ഷ്മമായ ചിത്രപ്പണികൾ കാണുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആ ശില്പികളെ സ്മരിക്കാതെ വയ്യ. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ മുദ്രയാണ് നമ്മൾ ഈ കാണുന്ന ഈ ശില്പം. ഈ ശില്പത്തെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല ചക്രവർത്തിയായ സാല രാജാവ് തൻ്റെ ഗുരുവിനെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ ഒരു കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യമാണ് കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. ഇതാണ് രാജ്യത്തിൻ്റെ മുദ്രയായി ഉപയോഗിച്ചു വരുന്നത്.
ജക്കനാചാരി എന്ന വാസ്തുശില്പി സോഫ്റ്റ് സോണിൽ നിർമ്മിച്ചെടുത്ത ഒരു സുന്ദരമായ ക്ഷേത്രമാണിത്. കർണാടകയുടെ തുംകൂർ ഭാഗങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു കറുത്ത ഇനം കല്ലാണ് ഈ സോഫ്റ്റ് സോൺ. ഈ കല്ല് കുഴിച്ചെടുക്കുമ്പോൾ ഇഷ്ടാനുസരണം രൂപമാറ്റി പണിയാനും അതിനുശേഷം വായുമായ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ കഠിനവുമായിത്തീരുന്നു. നമ്മളെല്ലാം വീടുകളിലെല്ലാം പണ്ട് കാലത്ത് കൽച്ചട്ടി എന്ന പ്രയോഗത്തിൽ നമ്മൾ വിളിക്കാറുള്ള ഒരു കറുത്ത ചട്ടി ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എൻ്റെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. വളരെ കണ്ണാടി പോലെ മിനുസമുള്ള ഒരു ചട്ടിയായിരുന്നു അത്. വീടുകളിൽ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയായിരുന്നു. അതുണ്ടാക്കുന്നത് ഈ കല്ല് വെച്ചാണ്. കാരണം കൊത്തിയെടുക്കാൻ എളുപ്പമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു ക്ഷേത്രമാണിത് അല്ലേ. നമ്മളെ അടുത്തായിട്ട് പോലും നമ്മൾ ഇതുവരെ വന്ന് കാണുക. ഏകദേശം നമ്മൾ കണ്ണൂരിൽ നിന്ന് 200-220 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇത്ര കാലമായിട്ട് ഈ ക്ഷേത്രത്തിനെ ഒന്നും വന്ന് സന്ദർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പരിപൂർണമായി സംരക്ഷിക്കപ്പെടുന്ന വരുന്ന കണ്ണൂരിൽ നിന്ന് ഈ ക്ഷേത്രത്തെ പറ്റി അങ്ങനെ അറിഞ്ഞിട്ട് വന്നതല്ലേ. അപ്പോൾ ഇതുവരെ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു നല്ലൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിട്ട് വരാൻ പറ്റില്ല? ഇപ്പം ദുഃഖം തോന്നുന്നുണ്ട് അല്ലേ ഇതുവരെ വരാൻ പറ്റാത്തതിൽ. അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും വന്ന് തൊഴണം. കണ്ണൂരിൽ നിന്നെല്ലാം വരുന്നവർക്ക് എളുപ്പമാണല്ലേ. വണ്ടി എടുത്തിട്ട് സുഖമായിട്ട് 10-20 കിലോമീറ്റർ ഉള്ളല്ലേ. ഓക്കെ. ഇത്രയും മനോഹരവും സൂക്ഷ്മവുമായ ശില്പങ്ങൾ നെയ്തെടുത്ത ശില്പികളെ നമ്മൾ നമസ്കരിക്കണം. ശില്പങ്ങളുടെ മഹാ അത്ഭുതം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒത്തിരി അവാർഡുകളിലും വാരിക്കൂട്ടാൻ സാധ്യതയുള്ള ശില്പികളായിരുന്നു അന്നുണ്ടായിരുന്നത്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നുവേണ്ട എല്ലാ അവാർഡുകളും വാരിക്കൂട്ടാൻ സാധ്യതയുള്ള ശില്പികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടേണ്ടി വരും. അത്രമേൽ അത്ഭുതകരമായ ശില്പങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. एक दिन से एक बार आजा और एक बार आना पड़ेगा। एक बार आके फ्री हाँ फिर बेलूर देखे फिर हाँ 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 सोमनाथ मंदिर जाना मैसूर हाँ हाँ ये क्या तुमको अगर കല്ലിൽ തീർത്ത വിസ്മയങ്ങളുടെ മായാപ്രപഞ്ചമാണിവിടം. ഈ ക്ഷേത്രത്തിൻ്റെ അടിയിലായി കാണുന്ന ഈ ആനകളുടെ രൂപം കൊത്തിവെച്ച് എത്ര മനോഹരമായിട്ടാണ്. ഏകദേശം 650 ആനകളുടെ രൂപമാണ് പരസ്പര സാദൃശ്യമില്ലാത്ത വിവിധ സ്വഭാവങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്നത്. നോക്കൂ എത്ര മനോഹരമായിരിക്കും. മേഡം കൊതി തീരുന്നില്ല. ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടാവത്തില്ല. ലോകത്ത് തന്നെ ഒരു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായിരിക്കും അല്ലേ. വൈവിധ്യമാർന്ന കൊത്തുപണികളോട് കൂടിയുള്ള ക്ഷേത്രം. ക്ഷേത്ര ചുമരിൽ 7 വരികളിലായി ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഏറ്റവും താഴത്തായി ശക്തിയുടെ പര്യായമായ ആനയും അതിനു മുകളിലായി ധൈര്യത്തിൻ്റെ പര്യായമായ സിംഹത്തെയും കാണാം. അതിന് തൊട്ടു മുകളിലായി വേഗതയുടെ പര്യായമായ കുതിരയും കുതിരപ്പുറത്ത് ഒരു ഭടനിരുന്ന് ഓടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ 7 വരികളിലായി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ശില്പങ്ങളാണ് നമ്മളിവിടെ കാണാൻ. ഈ ചുമരിൻ്റെ മുകളിൽ കാണുന്ന രണ്ടാമത്തെ ശില്പം, ഈ രണ്ടാമത്തെ ശില്പത്തിൽ കല്ല് വെച്ച് അതിൻ്റെ പല ഭാഗങ്ങളിലായി അടിച്ചു കഴിഞ്ഞാൽ സപ്തസ്വരങ്ങൾ കേൾക്കും എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതിനാൽ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന ഭക്തർ ഇതേമാതിരി കല്ലെടുത്ത് അടിച്ചടിച്ചടിച്ച് അതിന് കേടുപാടുകൾ ഇപ്പോൾ സംഭവിച്ചിട്ടാണുള്ളത്. കേശവ പാദമാണ്. ചെന്നക്കേശവൻ്റെ പാദം എന്നുള്ള സങ്കല്പത്തിലാണ് ഇത് കൊത്ത്.
ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തിയില്ലെങ്കിൽ അതൊരു മഹാനഷ്ടമായി കണക്കാക്കപ്പെടേണ്ടിയിരിക്കും. പ്രധാന ക്ഷേത്രത്തിൻ്റെ പിന്നിലായി വിഷ്ണുവർദ്ധരാജാവിൻ്റെ പത്നിയായ ശാന്തളാദേവി നിർമ്മിച്ച കപ്പേ ചെന്നികരായ എന്ന വിഷ്ണു ക്ഷേത്രം, പ്രധാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും അതേ രൂപത്തിലുള്ള ചെറിയ പ്രതിഷ്ഠയും ഉപക്ഷേത്രങ്ങളായ ഗണേശ, സരസ്വതി, ലക്ഷ്മി നാരായണ, ലക്ഷ്മി ശ്രീധര, ദുർഗ എന്നിങ്ങനെയും ഉള്ള ക്ഷേത്രങ്ങളും പണിതിരിക്കുന്നത് കാണാം. എത്ര കണ്ടിട്ടും മതിവരാത്ത കൊത്തുപണികളുടെ, ശില്പങ്ങളുടെ മായാപ്രപഞ്ചം. ഇത് ആണ്ടാൾ ക്ഷേത്രം. 12 ഹിന്ദു കവി സന്യാസിമാരിൽ ഒരാളായിരുന്നു ആണ്ടാൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം ആണ്ടാൾക്കും ക്ഷേത്രങ്ങളുണ്ട്. വിഷ്ണുവർദ്ധ രാജാവ് ജൈനമതത്തിൽ നിന്നും ഹിന്ദുമതത്തിലേക്ക് മാറിയതുകൊണ്ട് ജൈനക്ഷേത്രത്തിലേതുപോലുള്ള തൂണുകളും ഒക്കെയും ഇവിടെയും കാണാം. 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായി ശില്പഭംഗി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു നക്ഷത്രം പോലെയാണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായി നീളത്തിലുള്ള ഒരു കെട്ടിടം കാണാം. ആ കെട്ടിടത്തിൻ്റെ ചുമരിൽ നിറയെ ശില്പങ്ങളാണ്. ഈ കെട്ടിടം ക്ഷേത്ര സന്ദർശകർക്ക് വിശ്രമിക്കാനോ മറ്റോ ഉള്ളതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ശില്പങ്ങളുടെയും മനോഹരതയും ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മളിവിടെ ദിവസങ്ങളോളം ചിലവഴിക്കേണ്ടി വരും. അതിന് നമുക്ക് കാര്യമായ ഗൈഡിനെയും കിട്ടേണ്ടി വരും. അപ്പോൾ അതിനുള്ള സമയമൊന്നും നമ്മളെ കയ്യിലില്ലാത്തതിനാൽ, മാത്രവുമല്ല നമ്മളെ സുഹൃത്തായ ഗോഡസാറിനും തിരിച്ചു പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞും തന്നു. അതിനാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. ഈ നീളത്തിലുള്ള കെട്ടിടത്തിൻ്റെ ചുമരുകളിലെല്ലാം പ്രതിമകളും ലിഖിതങ്ങളും എല്ലാം കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. (1110) വിഷ്ണുവർദ്ധ രാജാവ് അധികാരത്തിൽ വരുന്നത്. 1117 തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ സൂചകമായി ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന വിഷ്ണുവർദ്ധ രാജാവാണ് ചെന്നകേശവ ക്ഷേത്രം അഥവാ സുന്ദരകേശവൻ എന്ന അർത്ഥം വരുന്ന സുന്ദരമായ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. 1140 വിഷ്ണുവർദ്ധ രാജാവിൻ്റെ മരണം വരെ നിർമ്മാണം തുടർന്നുകൊണ്ടിരുന്നു. നിർമ്മാണം പൂർത്തിയാകുന്നത് വിഷ്ണുവർദ്ധൻ്റെ മകൻ നരസിംഹൻ്റെ ഒന്നാമൻ്റെയും കൊച്ചുമകൻ വീര ഭല്ലാളൻ രണ്ടാമൻ്റെയും കാലത്താണ്. ഏകദേശം 103 വർഷമെടുത്തു ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാൻ. വാസുദേവ സരോവരം എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളം, ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളം ചതുരാകൃതിയിലുള്ളതാണ്. 2 ആനകളുടെ ശില്പങ്ങൾ വടക്ക് തെക്ക് ഭാഗങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ ചെറിയ ശ്രീകോവിലോടുകൂടിയ 2 ക്ഷേത്രങ്ങളുണ്ട്. വല്ലവൻ രണ്ടാമൻ്റെ കാലത്താണ് ഈ ക്ഷേത്രക്കുളം നിർമ്മിച്ചത്. ക്ഷേത്രക്കുളത്തിൻ്റെ പടിയിൽ ഒരു ആമയെ കാണാം. ജീവൻ തുളുമ്പുന്ന ആമ മാത്രമല്ല, അത് ജീവനുള്ള ആമ തന്നെയാണ്. ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ വിശാലമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. വിഷ്ണുവർദ്ധ രാജാവിൻ്റെ പത്നിയായ ശാന്തളാദേവിയാണ് ചെന്നകേശവ ക്ഷേത്രത്തിന് സമീപത്തായി കപ്പേ ചെന്നിഗിരായ ക്ഷേത്രം, സദാമൃതാനായികി, രംഗനായികി, ശ്രീദേവി, ഭൂദേവി എന്നീ ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചത്.
ഈ ക്ഷേത്രത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഇതാണ്. ഗ്രാവിറ്റി പില്ലർ എന്നറിയപ്പെടുന്ന ഏകദേശം 15 ടൺ ഭാരവും 42 അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഒരു സ്തൂപം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. 20 മൂലകളുള്ള കരിങ്കല്ലാൽ നിർമ്മിതമായ ഒരു തറയുടെ മുകളിൽ 4 സ്ക്വയർ ഫീറ്റിൽ ഒരു കല്ലിൽ സ്വതന്ത്രമായി ഒരു താങ്ങും ഇല്ലാതെ നിർത്തിയിരിക്കുന്നു ഈ ഭീമൻ കല്ലിനെ. കൂടാതെ ഈ സ്തൂപത്തിൻ്റെ 4 മൂലകളിൽ 3 മൂലകളും നിലം തൊടാതെയാണ് നിൽക്കുന്നത് എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. കൂടാതെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ സ്തൂപത്തിന് പ്രകൃതിക്ഷോഭത്താലോ ശത്രുക്കളുടെ ആക്രമണത്താലോ യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതകരം. ഈ ഭാഗത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്, ഒരു മഹാലക്ഷ്മി ക്ഷേത്രമാണ്. അതിൻ്റെ മുന്നിലുള്ള കൽമണ്ഡപമാണ് ഈ കാണുന്നത്. നമ്മുടെ സുഹൃത്തായ ഗൗഡ സാർ ക്ഷേത്രത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് വിവരിച്ച് നൽകുന്നതാണ് ഈ കാഴ്ച. കല്യാൺ മഹൽ എന്നറിയപ്പെടുന്ന കൽമണ്ഡപം. കല്യാൺ മഹലിലേക്ക് കയറുന്ന പടിക്കെട്ടിൻ്റെ ഇരുവശങ്ങളിലായി 2 സുന്ദരമായ ആനകളുടെ പ്രതിമകളാണ് നമ്മളെ സ്വീകരിക്കുന്നത്. രാജാവിൻ്റെ കാലത്ത് നൃത്തസംഗീത പരിപാടികൾ എന്നിവ അരങ്ങേറിയിരുന്ന സ്ഥലമാണിത്. അനേകം തൂണുകൾക്ക് മുകളിലായി കരിങ്കൽ പാളികൾ പാകിയ ഒരു നിർമ്മിതിയാണ് ഈ കല്യാൺ മഹൽ. ഇന്ന് വിവാഹ ചടങ്ങുകൾക്ക് ഇത് സൗജന്യമായി നൽകാറുണ്ട് എന്നാണ് ഗൗഡ സാർ പറയുന്നത്. കല്യാൺ മഹലിൽ നിന്നുമുള്ള ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന രഥത്തിൻ്റെ 2 ചക്രങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ ക്ഷേത്ര നിർമ്മാണ സമയത്ത് ഉണ്ടായിരുന്ന
ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, കരിങ്കൽ തൂണുകളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത്. ഈ പിൻഭാഗത്തുള്ള മതിലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് അടുക്കി വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള ഭൂമിയിൽ നമ്മുടെ നാട്ടിലുള്ളതുമാതിരി കുറച്ച് തെങ്ങുകളും കാണാം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇടതുവശത്തായി ഈ കിണർ ശ്രദ്ധയിൽപ്പെട്ടു. തീർത്തും കരിങ്കലിൽ പണിത സ്ക്വയർ ചതുരാകൃതിയിലുള്ള ഒരു കിണർ. കിണറിൻ്റെ ഉൾവശവും കൊത്തുപണിയാൽ സമ്പന്നമാണ്. നല്ല ശുദ്ധജലം കിണറ്റിലുണ്ട്. വിഷ്ണുവർദ്ധ രാജാവിൻ്റെ പത്നിയായ ശാന്തളാദേവി മണിയൊഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലും ശില്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. वापस नहीं जा रहा क्या? वापस जाने का दिल नहीं कर रहा, इधर ही रहेंगे। तो मैं ऐसे अगर कल का उधर का प्रोग्राम नहीं होने से ना इधर ही रहेंगे और शाम तक इधर रहेंगे। इसमें शाम को साहब के घर में दोबारा जाएंगे, खाना वाना उधर ही करेंगे करके सोच रहे हैं। लेकिन क्या है, हमारी किस्मत ठीक नहीं है। हाँ, अभी शाम को जाना ही पड़ेगा, बैंगलोर जाना पड़ेगा। कल का प्रोग्राम है। हाँ, बहुत दुख हो रहा है। इतने साल से हमने ये मंदिर इधर अंदर आने के बाद बाहर जाने का दिल नहीं करता। हाँ, अंदर आने के बाद है ना, ഇതിനകത്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാനുള്ള മനസ്സില്ല. ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി ഇത് വിചാരിക്കും. അപ്പോൾ ആ പണ്ട് കാലത്ത് ഒരു 14-ാം നൂറ്റാണ്ടിലെല്ലാം എന്തായിരിക്കും ഇവിടെ അല്ലേ, ക്ഷേത്രം കംപ്ലീറ്റ് ജനസമുദ്രമായിരിക്കും അല്ലേ. ആ സമയത്ത് ഇത്രയധികം ആൾക്കാർ ഭക്തജനങ്ങളെല്ലാം വരുന്നൊരു ക്ഷേത്രമായിരിക്കും ആ രാജാവിൻ്റെ കാലത്ത്. അന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് 12 രാജാവ്. ക്ഷേത്ര ഉത്സവത്തിന് ചെന്നകേശവൻ എഴുന്നള്ളുന്ന രഥമാണിത്. ഇതിനെ ക്ഷേത്രത്തിന് വെളിയിലുള്ള ഒരു സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പ്രസാദ സദ്യ ഉച്ചസമയത്ത് ഉണ്ടായിരിക്കുന്നതാണെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നതായി കണ്ടു. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ പ്രസാദവും കൂടി കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് പോകാമെന്നാണ് തീരുമാനം. ഇതാണ് ഭക്ഷണശാല. ഇതിനകത്താണ് ഭക്ഷണശാല. അലൗഡല്ല, നമുക്ക് ഇതെടുക്കുന്നത് ഭക്ഷണം കഴിക്കുന്നെടുക്കുന്ന അലൗഡല്ല. അതുകൊണ്ട് എടുക്കുന്നത്. പായസമാണ് ആദ്യം വന്നത്. പായസം കുടിക്കുന്നത്. ചോറ് വന്ന് കഴിക്കുന്ന ഭാര്യ. അതിനുശേഷം വന്നത് തൈര് സാധാണ്. തൈര് സാധാണ്.
ഭക്ഷണത്തിന് ശേഷം വെളിയിൽ വന്നപ്പോൾ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കുറച്ച് ആൾക്കാരുമായി നമ്മൾ വിലപേശിയെങ്കിലും സാധനങ്ങളൊന്നും വാങ്ങാതെ തിരിച്ച് പോവുകയാണ്. ಇಡಿಕಲ್ಲಿದೆ ಮನೇಲಿದೆ. ನೋಡಿ ಅಣ್ಣ ಬೇಕಾದ್ರೆ ಕಮ್ಮಿ ಹಾಕಿ ಕೊಡ್ತೀನಿ, ಒಂದು ಬೋಣಿ ಮಾಡುವ. ಯಾವ್ದು ಬೇಕು ನೋಡಿ ನಿಮ್ಗೆ. ಬಾ ചേച്ചി നോക്കൂ. നല്ല കച്ചവടത്തിനിരുന്ന സ്ത്രീ ഒരുപാട് വിലപേശിയെങ്കിലും എത്തിയാ നമ്മുടെ മാഡം അതിനൊന്നും വീഴാതെ വിദഗ്ധമായി പിടികൊടുക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എത്ര കൊടുക്കും ലാസ്റ്റ്? பாரு சார் இங்க பாருங்க. ആ വരുന്ന കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ചെറിയ ചെറിയ ശില്പങ്ങളാണ്. കൂടാതെ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ ഉപയോഗിക്കാൻ ഉപകാരപ്രദമായ കുറച്ച് ഐറ്റംസും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. എത്ര കണ്ടാലും മതിവരാത്ത ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും ഒരു സെൽഫി എടുത്ത് നമ്മൾ ചെന്നകേശവ ക്ഷേത്രത്തോട് ഈ ബേലൂർ നഗരത്തോടും വിട പറയുകയാണ്. ബേലൂർ ടൗൺ ആണ്. നമ്മൾ ചെന്നകേശവ ടെമ്പിളിനോട് വിട പറഞ്ഞ് ഹസനിലേക്ക് പോവാണ്. ഹസനിൽ നമ്മൾ ബാംഗ്ലൂരേക്ക്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ. അതുവരേക്കും വിടാം. ഗുഡ് ബൈ. പക്ഷെ ഒരാൾക്ക് പോലും മുടി വളർന്നിട്ട് അവരൊക്കെ വിൽപ്പനക്കാർക്ക് വിൽക്കുന്ന ഒരാളെ പോലും മുടി അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കാണുന്നില്ല. എല്ലാവർക്കും തോളറ്റം വരെയേ ഉള്ളു മുടി. പക്ഷെ എന്താന്നറിയില്ല, രണ്ട് വശത്തും അതൊരു വലിയ കാഴ്ച തന്നെയാണ്. ഇവിടെ നിന്ന് കിലോമീറ്റർ കണക്കിലുണ്ട്. ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൽ ഈ മുടിക്ക് പുരട്ടുന്ന എണ്ണ, മുടി വളരുന്നുള്ള അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് അത് വിൽക്കുന്ന ആൾക്കാരാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കാണുന്നത്. അതാ നടന്നു പോകുന്ന ഈ പെണ്ണുങ്ങൾ, ഇതേമാതിരിയുള്ള പെണ്ണുങ്ങളാണ് കൂടുതലായിട്ട് വിൽക്കുന്നത്. ഇവരാണ് എന്തോ ആയുർവേദ ഒറ്റമൂലി എന്നാ കാണുന്നത്. ആയുർവേദ കടയുണ്ട് കേട്ടോ, കടയിലുണ്ട് ആയുർവേദ മരുന്ന്. അതെ, കടയിലും. ഇത് കണ്ണൂരും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണൂരൊക്കെ വന്നിട്ട് അവര് വിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എവിടെയും ആണ് ഉണ്ടാക്കുന്നുണ്ടാവും. അതാണ് നിത്യസഞ്ജീവനി. ചിത്രത്തിന് മാത്രമേ ആൾക്ക് മുടി വളർന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ആർക്കും കാണുന്നില്ല. ഒരുപാട് കിലോമീറ്റർ ദൂരം കണക്കിനുണ്ട്.